എറണാകുളം പെരുമ്പാവൂർ കൂവപ്പടി ചേരാനെല്ലൂരിൽ തെരുവുനായ ആക്രമണം. തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല എന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഇന്ന് രാത്രി 3 മണി സമയമായപ്പോൾ ഞങ്ങൾ പശുവിന്റെ നിലവിളി കേട്ട് എനിക്ക് വന്നപ്പോൾ പട്ടികള് 5 പട്ടികള് ഞങ്ങളുടെ നേരക്ക് ചാടി. അത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ വാതിൽ തുറന്ന് മുമ്പസ്തേക്കടെ ചെന്ന് 5 പട്ടികളെ ഓടിച്ച് വിളിക്കും. കിടാവിനെ വലിച്ചു കൊണ്ടുവന്ന് കൊന്നിട്ടു. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും പട്ടികൾ പിന്നെ ഞങ്ങളുടെ ബാത്തേക്ക് ചാടി വരികയാണ്. നേരം വെളുത്തും 6 മണിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും പട്ടികൾ ഇന്ന് ചാടി വരികയാണ്. ഇന്ന് രാത്രി 3 മണി. സൈഫുനീസയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സിഫിനിസ, ഏറെ ഭീതികരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്താണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിലൊരു നടപടി ഉണ്ടാകാത്തത്? ഇതുവരെ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള നടപടി ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസികളടക്കം ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് 2 മാസം പ്രായമുള്ള ജോണിയുടെ 2 മാസം പ്രായമുള്ള പശുക്കിടാവിനെയാണ് 5 തെരുവ് നായ്ക്കൾ ചേർന്ന് കടിച്ചു കൊന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ വരെ നമുക്ക് സങ്കടകരമാവുന്ന ഒരു കാഴ്ചയാണ്. ഈ വീട്ടുകാർ ഈ പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ട് പലതവണ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഈ തെരുവ് നായ്ക്കൾ ഇവരുടെ ദേഹത്തേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ പലതവണ വീട് അടച്ചു, അതിനുശേഷം തുറന്നു. രാവിലെയും വീട്ടിലേക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴും തെരുവ് നായ്ക്കൾ നടന്നു. പിന്നീട് ഒരുപാട് പണിപ്പെട്ടാണ് ഈ നായ്ക്കളെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ സമാനമായ രീതിയിൽ അവിടെ 1-2 പേരുടെ ഈ മൃഗങ്ങളെ ഈ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ധോണിയുടെ കുടുംബം തന്നെ ആരോപിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇവർ പതിവായി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഒരു രീതിയിലുള്ള നടപടിയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് കൂടാതെ അംഗൻവാടി, സ്കൂളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ കുട്ടികളടക്കം പലപ്പോഴും ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ഈ കുട്ടികളെ ഒന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടിയാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഉടനടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ശരി സൈഫുനീസ.